പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2-ലെ രണ്ടാമത്തെ യൂണിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഡൈഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയയെക്കുറിച്ചാണ്. മാസ് മീഡിയയുടെ പ്രവർത്തനങ്ങൾ. ഒന്നാമത്തത് സർവൈലൻസ് ആണ്. ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്താനും വിവരങ്ങൾ നൽകാനും സർവൈലൻസ് ഒരു പ്രധാന പ്രവർത്തനമാണ്. വാർത്തകൾ, ഇൻ്റർനെറ്റ് പോലുള്ള മാസ് മീഡിയ ചാനലുകൾ രാഷ്ട്രീയ സംഭവങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ, ചുറ്റുമുള്ള കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുന്നു. എന്ത് ചെയ്യുന്നു? ജനങ്ങളെ അറിയിക്കുന്നു. ഇത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ഒരു സുരക്ഷിതത്വ ബോധവും അറിവും നൽകുന്നു. രണ്ടാമത്തേതാണ് എൻ്റർടൈൻമെൻറ്റ്, വിനോദം. മാസ് കമ്മ്യൂണിക്കേഷൻ, സ്പോർട്സ്, സിനിമ, സംഗീതം എന്നിവ ഉൾപ്പെടെ വിവിധ താല്പര്യങ്ങളുള്ള ആളുകൾക്ക് വിവിധ തരം വിനോദങ്ങൾ നൽകുന്നു. ഇത് ആളുകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം നൽകാനും സമ്മർദ്ദ സമയങ്ങളിൽ ആശ്വാസത്തിൻ്റെ ഉറവിടമാകാനും സഹായിക്കുന്നു. മൂന്നാമത്തത് കോറിലേഷൻ. ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷനെ വളരെയധികം ആശ്രയിക്കുന്നു. മാസ് മീഡിയ വസ്തുതകൾ അവതരിപ്പിക്കുക മാത്രമല്ല, പ്രത്യേക വിവരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദർഭവും വ്യാഖ്യാനവും നൽകുകയും ചെയ്യുന്നു. സന്ദേശങ്ങളുടെ വ്യാഖ്യാനം വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. അടുത്തതാണ് ബോണ്ടിങ്. മാസ് കമ്മ്യൂണിക്കേഷൻ ആളുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കാനും സമൂഹബോധം വളർത്താനും സഹായിക്കുന്നു. ഇത് വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തികളെ ബന്ധിപ്പിക്കാനും വ്യത്യാസങ്ങൾ അംഗീകരിക്കാനും സഹായിക്കുന്നു. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയ ഒരേ താല്പര്യമുള്ള ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാനും സംവദിക്കാനും അവസരം നൽകുന്നു. അടുത്തതാണ് മൊബിലൈസേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ വലിയ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് ഒരു സംഭവത്തെക്കുറിച്ചോ ലക്ഷ്യത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ വേഗത്തിൽ പ്രചരിപ്പിക്കാൻ അനുവദിക്കുന്നു. ഈ കഴിവ് ഒരു പൊതു ആവശ്യത്തെ അല്ലെങ്കിൽ പ്രതിഷേധത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിക്കാം. ഇത് ലോകമെമ്പാടുമുള്ള ആളുകളെ ബന്ധിപ്പിക്കാനും അവർക്ക് കൂടുതൽ അടുപ്പം തോന്നാനും സഹായിക്കുന്നു. അടുത്തത് ഇൻ്റർപ്രട്ടേഷൻ. മാസ് മീഡിയ വസ്തുതകൾ അവതരിപ്പിക്കുക മാത്രമല്ല, പ്രത്യേക വിവരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദർഭവും വ്യാഖ്യാനവും നൽകുകയും ചെയ്യുന്നു. ഇത് വ്യക്തികളിലും സമൂഹങ്ങളിലും ലോകമെമ്പാടുമുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ്റെ സ്വാധീനം മനസ്സിലാക്കാൻ പ്രേക്ഷകരെ സഹായിക്കുന്നു. അടുത്തതാണ് സോഷ്യലൈസേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ ആളുകളെ സമാന താല്പര്യങ്ങളും മൂല്യങ്ങളും പങ്കിടുന്ന മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും സാമൂഹികമായി ഇടപഴകാനും സഹായിക്കുന്നു. സിനിമകൾ, ഗെയിമുകൾ, സോഷ്യൽ മീഡിയ തുടങ്ങിയ വിവിധ മീഡിയ രൂപങ്ങളിലൂടെ നമുക്ക് വ്യത്യസ്ത സംസ്കാരങ്ങളെയും ജീവിത രീതികളെയും കുറിച്ച് പഠിക്കാൻ കഴിയും. ഇത് പുതിയ സാമൂഹിക ഗ്രൂപ്പുകളുടെയും കമ്മ്യൂണിറ്റികളുടെയും രൂപീകരണത്തെ സഹായിക്കുന്നു. അടുത്തത് ഡൈഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ. മാസ് മീഡിയയുടെ പ്രവർത്തനരഹിത തത്വങ്ങൾ. ഒന്നാമതായി പറയുന്നത് നാർക്കോട്ടിക് ഡിസ്ഫങ്ഷൻ. മാസ് മീഡിയയുടെ അമിതമായ ഉപഭോഗം കാരണം ആളുകൾ നിഷ്ക്രിയരും നിസ്സംഗരുമായി മാറുന്ന അവസ്ഥയാണ് ഈ പ്രവർത്തനരഹിതത്വം സൂചിപ്പിക്കുന്നത്. സാമൂഹിക പ്രശ്നങ്ങളിൽ നടപടിയെടുക്കുന്നതിനു പകരം നന്നായി വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരു തെറ്റായ നേട്ടം അവർക്ക് തോന്നിയേക്കാം. ഇത് രാഷ്ട്രീയ നിസ്സംഗതയ്ക്കും സാമൂഹിക ഇടപഴകലിൻ്റെ കുറവിനും ഇടയാക്കും. അടുത്തതാണ് ഓണർഷിപ്പ് ആൻഡ് ഓപ്പറേഷൻ സ്ട്രക്ചർ. ഓണർഷിപ്പും പ്രവർത്തന ഘടനയും. അതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. മാസ് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ ചില ശക്തമായ സംഘടനകളുടെ നിയന്ത്രണത്തിൽ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയ ജനാധിപത്യത്തിന് പ്രശ്നകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും ലാഭത്തിനായി പ്രവർത്തിക്കുന്ന ഈ സംഘടനകൾക്ക് സാംസ്കാരിക സംവാദത്തിലും നിർമ്മിക്കപ്പെടുന്നതും പ്രക്ഷേപണം ചെയ്യുന്നതുമായ ഉള്ളടക്കത്തിലും കാര്യമായ സ്വാധീനമുണ്ട്. അടുത്തതാണ് കൺഫോർമിറ്റി ടു സോഷ്യൽ നോംസ്. സാമൂഹിക നിയമങ്ങളോടുള്ള അനുരൂപത.
മാസ് മീഡിയ സാമൂഹ്യ നിയമങ്ങളെയും മൂല്യങ്ങളെയും ശക്തിപ്പെടുത്തുന്നു. ചിലപ്പോൾ സാമൂഹ്യ ഘടനയെക്കുറിച്ചുള്ള വിമർശനാത്മക ചോദ്യങ്ങൾ തടയുന്നു. മാധ്യമങ്ങൾ വലിയ കോർപ്പറേഷനുകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുമ്പോൾ ഉള്ളടക്കം യഥാർത്ഥ സാമൂഹ്യ മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം സ്പോൺസറുടെ മാധ്യമങ്ങൾ വലിയ കോർപ്പറേഷനുകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുമ്പോൾ ഉള്ളടക്കം യഥാർത്ഥ സാമൂഹ്യ മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം സ്പോൺസറുടെ ഉൽപ്പന്നങ്ങളോടും കാഴ്ചപ്പാടുകളോടും അനുരൂപപ്പെട്ടേക്കാം. ഇത് ഉപരിവിപ്ലവവും ഉപഭോക്തൃത്വവും നിറഞ്ഞ ഒരു സംസ്കാരത്തിലേക്ക് നയിച്ചേക്കാം. അടുത്തത് ദ ഇമ്പാക്റ്റ് ഓൺ പോപ്പുലർ ടേസ്റ്റ്. ജനപ്രിയ അഭിരുചിയുള്ള സ്വാധീനം. ടെലിവിഷൻ, സിനിമകൾ, മാസികകൾ എന്നിവയിലെ വിനോദത്തിൻ്റെ വ്യാപകമായ പ്രചാരണം ജനപ്രിയ അഭിരുചികളെ രൂപപ്പെടുത്താൻ കഴിയും. ഇത് സാക്ഷരതയും ഗ്രഹണശേഷിയും തമ്മിൽ ഒരു വലിയ വിടവ് ഉണ്ടാക്കാൻ ഇടയാക്കുന്നു. കൂടാതെ പ്രധാനപ്പെട്ട വിഷയങ്ങളെയും വിമർശനാത്മകമായ വിശകലനത്തെയുംക്കാൾ സെൻസേഷണലിസത്തിലും വിനോദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന് വരുന്ന ഷോർട്ട് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് പിക്ചറിൽ കാണിക്കുന്ന ചോദ്യമല്ല, എല്ലാമുള്ള ചോദ്യമാണ്, ഇത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ ആസ് എ വാച്ച് ഡോഗ്. മാസ് മീഡിയയുടെ കാവൽക്കാരൻ എന്ന പങ്ക് വിശദീകരിക്കുക. മാസ് മീഡിയ അധികാരത്തിലുള്ളവരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാക്കി നിർത്തുന്നതിലൂടെ ഒരു കാവൽക്കാരനായി പ്രവർത്തിക്കുന്നു. ഈ പങ്ക് സുതാര്യത ഉറപ്പാക്കാനും അധികാര ദുർവിനിയോഗം തടയാനും സർക്കാരുകളുടെയും രാഷ്ട്രീയക്കാരുടെയും കോർപ്പറേഷനുകളുടെയും പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുന്നത് ഉൾക്കൊള്ളുന്നു. പൊതുസംവാദത്തിനും ചർച്ചയ്ക്കും ഒരു വേദി നൽകുന്നതിലൂടെ മാധ്യമങ്ങൾ പൗരന്മാരെ പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വിവരമുള്ളവരായി തുടരാനും ഇടപഴകാനും സഹായിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ നാർക്കോട്ടിസിങ് ഡിസ്ഫങ്ഷൻ? നാർക്കോട്ടിസിങ് ഡിസ്ഫങ്ഷൻ എന്നാൽ എന്താണ്? ആൻസർ: നാർക്കോട്ടൈസിങ് ഡിസ്ഫങ്ഷൻ എന്നത് മാസ് മീഡിയയുടെ അമിതമായ ഉപഭോഗം എങ്ങനെ രാഷ്ട്രീയ നിസ്സംഗതയ്ക്കും ഒരു തെറ്റായ നോട്ടബോധത്തിനും കാരണമാകുന്നു എന്ന് വിവരിക്കുന്ന ഒരു പദമാണ്. ഒന്നുകൂടെ പറയാം: മാസ് മീഡിയയുടെ അമിതമായ ഉപഭോഗം എങ്ങനെ രാഷ്ട്രീയ നിസ്സംഗതയ്ക്കും ഒരു തെറ്റായ നേട്ടബോധത്തിനും കാരണമാകുന്നു എന്ന് വിവരിക്കുന്ന ഒരു പദമാണ് നാർക്കോട്ടൈസിങ് ഡിസ്ഫങ്ഷൻ. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപഴകാൻ പ്രേരിപ്പിക്കുന്നതിനു പകരം വ്യക്തികൾക്ക് നന്നായി വിവരമുള്ളവരായിരിക്കുന്നതിൽ മാത്രം സംതൃപ്തി തോന്നിയേക്കാം. ഇത് നിഷ്ക്രിയത്വത്തിനും സാമൂഹ്യ ഇടപെടലിൻ്റെ കുറവിനും ഇടയാക്കും. വിവരങ്ങളുടെ ഒരു പ്രളയത്തിന് വിധേയമാകുന്നത് ആ അറിവിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് കുറയ്ക്കാൻ ഇടയാക്കുമെന്ന് ഈ പ്രവർത്തനരഹിതത്വം സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം: ഹൗ ഡസ് മാസ് മീഡിയ സെർവ് ദ ഫങ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ? മാസ് മീഡിയ എങ്ങനെയാണ് സോഷ്യലൈസേഷൻ എന്ന പങ്ക് നിർവഹിക്കുന്നത്?